Good afternoon. So today we are going to discuss about the raptics. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് എന്താണ് എടുത്തിരുന്നു അല്ലേ? എന്താണ് ആദ്യം നമ്മൾ മിറേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇന്നലെ നമ്മൾ ലെൻസ് അല്ലെ, ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ദെൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, വാട്ട് യു മീൻ ബൈ മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ്, ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലെൻസ് ഇക്വേഷനും, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുണ്ട്, അതുപോലെ തന്നെ ലെൻസ് ഇക്വേഷനും രണ്ടും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്തായിരുന്നു? അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ബാക്കിയുള്ളത് നോക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് 1/f is equal to എന്താണ് n2/n1 minus 1 into 1/r1 minus 1/r2. This is the lens makers formula, right? Then what is the lens equation? Lens equation എന്ന് പറയുന്നത് 1/f is equal to 1/v minus 1/u. It is the lens equation. So these are two important equations. We have to study it. Now അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ലെൻസിൽ റിഫ്രാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി എന്താണ് കോമ്പിനേഷൻ ഓഫ് എ ലെൻസ്? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് അങ്ങനെയായിരുന്നല്ലോ. ഇനി എന്താണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ലെൻസ് ഇക്വേഷൻസ് വരിക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോമ്പിനേഷൻസ് ഓഫ് ലെൻസ് എന്താണ്? കോമ്പിനേഷൻ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ 2 ലെൻസസ്. 2 ലെൻസ് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ലെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്? ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഹിയർ വി ടേക്കൺ 2 കോൺവെക്സ് ലെൻസ്. എന്താണ്? എ അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന 2 കോൺവെക്സ് ലെൻസുകൾ നമ്മൾ എടുക്കുന്നു. സോ ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും 2 കോൺവെക്സ് ലെൻസുകൾ. അപ്പൊ ഇവർ എങ്ങനെയാണ്? ദേ ആർ ഇൻ കോൺടാക്ട് അല്ലെ, അവർ കോൺടാക്റ്റിലാണ്. ആൻഡ് ഈ ഓരോ ലെൻസിനും അതിൻ്റെതായിട്ടുള്ള ഫോക്കൽ ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും. സോ എ എന്ന് പറയുന്ന ലെൻസിന്റെ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്, അത് നമ്മൾ f1 എന്ന് കൊടുത്തു. ദെൻ ബി എന്ന് പറയുന്ന കോൺവെക്സ് ലെൻസിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്, അതിന് നമ്മൾ f2 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവരെ നമ്മൾ കോൺടാക്ട് രണ്ടും അടുപ്പിച്ച് വെച്ചു. ദെൻ ഇനി നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് at the point beyond the focus of the first lens at a distance u. അതായത് ഫസ്റ്റ് ലെൻസ് എന്ന് പറയുന്നത് എ ആണ്. ഇതിന്റെ എന്താണ് ഫോക്കൽ ലെങ്ത്തിനും ബിയോണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സപ്പോസ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഇവിടെയാണെങ്കിൽ അതിനും ബിയോണ്ട് ആയിട്ട് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് വെച്ച് o എന്ന് പറയുന്ന പൊസിഷനിൽ അറ്റ് എ ഡിസ്റ്റൻസ് u. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? u ആണ്. ആൻഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇമേജ്. എന്താണ്? ഈ എ എന്ന് പറയുന്ന ലെൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഇമേജ് കിട്ടും. അതാണ് I1 എന്ന് പറയുന്നത്. അതാണ് I1. അപ്പൊ എ എന്ന് പറയുന്ന ലെൻസ്, അപ്പൊ അവിടെ ബി എന്ന് പറയുന്ന ലെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ലെൻസ് മാത്രമാണെങ്കിൽ നമുക്ക് I1 എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ഒരു ഇമേജ് കിട്ടുന്നത്. ആ ഇമേജ് അത് എന്താണ്? അറ്റ് എ ഡിസ്റ്റൻസ് V1 ആയിരിക്കും. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? V1 എന്ന് കൊടുക്കുന്നു. ദെൻ ആ ഇമേജ് എന്താണ്? ലെൻസ് എന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ആ ഇമേജ് ബി എന്ന് പറയുന്ന ലെൻസിന് എന്താണ്? ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇന്ന് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ സംഭവം അല്ലേ. എന്താണ്? ബി എന്ന് പറയുന്ന ലെൻസിന് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് എ എന്ന് പറയുന്ന ലെൻസ് കൊണ്ടുണ്ടായിട്ടുള്ള ഇമേജ് ആക്ട് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഫൈനൽ ഇമേജ് നമുക്ക് ഐ എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്നു. ഐ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്നു. ഓക്കെ, ഫൈനൽ ഇമേജ് കിട്ടുന്നു അറ്റ് എ ഡിസ്റ്റൻസ് വി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. 2 ലെൻസുകൾ നമ്മൾ എന്താണ് കോണ്ടാക്റ്റിൽ വെക്കുന്നു, എ ആൻഡ് ബി. ആൻഡ് ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നത് എവിടെയാ? എ എന്ന് പറയുന്ന ലെൻസിന്റെ ഫോക്കസിന് അപ്പുറത്ത് ബിയോണ്ട് ആയിട്ട് വെക്കുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദ ഇമേജ്. എവിടെയാ കിട്ടുന്നത്? I1 എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുന്നു. അത് ഇതിന്റെ ഇമേജ് ആണ്. എ എന്ന് പറയുന്ന ലെൻസ് കൊണ്ടുണ്ടായിട്ടുള്ള ഇമേജ്, അതൊരു വിർച്വൽ ഇമേജ് ആണ്. ആ ഇമേജ് എന്താണ്? നമ്മളുടെ ബി എന്ന് പറയുന്ന ലെൻസിന് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് വി. സോ ഇവിടെ നമുക്ക് എന്താണ്? U ഉണ്ട്, V1 ഉണ്ട്, V ഉണ്ട് അല്ലെ. അപ്പോ ഇത് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ 2 ലെൻസുകൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടോട്ടൽ എന്താണ് ഫോക്കൽ ലെങ്ത് കാണാൻ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വി നോ ദ ലെൻസ് ഇക്വേഷൻ, റൈറ്റ്.
സോ ഫോർ ദ ഇമേജ് ഫോർമഡ് ബൈ ദ ഫസ്റ്റ് ലെൻസ് എ, ഫസ്റ്റ് ലെൻസ് ഏതാ? എ ആണ്. അപ്പൊ എ കാരണം ഉണ്ടായ ഇമേജ് കാരണം നമുക്ക് എന്താണ് അതിന്റെ ലെൻസ് ഇക്വേഷൻ എഴുതാലോ. എന്താണ് നമുക്കറിയാം, ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/f is equal to 1/v minus 1/u. സോ അക്കോർഡിംഗ് ടു ലെൻസ് എ, എ എന്ന് പറയുന്ന ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഏതാണ്? I1 ആണ് അല്ലെ. എ എന്ന് പറയുന്ന ലെൻസ് കാരണം ഉണ്ടായിട്ടുള്ള ഇമേജ് I1 ആണ്. അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് അപ്പൊ എത്രയാ? V1 ആണ്. സോ വി വിൽ റൈറ്റ് 1 അതിന്റെ ഫോക്കൽ ലെങ്ത് f1 ആണെങ്കിൽ 1/f1 is equal to 1/v എന്ന് പറയുന്നത് ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ? V1 ആണ്. കാരണം എ കാരണം ഉണ്ടായിട്ടുള്ള ഇമേജ് ഏതാ? I1 ആണ്. സോ 1/v1 മൈനസ് 1/u. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് u ആണ്. അപ്പൊ ഇതാണ് എന്താണ് ലെൻസ് എ പ്രകാരം നമുക്ക് ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അല്ലെ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി എന്താണ്, ഇനി നമ്മളുടെ ബി നോക്കിയേ. ബി എന്ന് പറയുന്ന ലെൻസ് ഇമേജ് ഫോർമഡ് ബൈ ദ സെക്കൻഡ് ലെൻസ് ബി. ബി എന്ന് പറയുന്ന ലെൻസ് ഉണ്ടാക്കിയ ഇമേജ് എങ്ങനെയായിരിക്കും? അതിന്റെ ലെൻസ് ഇക്വേഷൻ എഴുതാണെങ്കിൽ ബി is equal to 1/f2. f2 is the focal length of second lens. 1/f2 is equal to, ഇവിടെ ഇമേജ് എവിടെയാ ഫോം ചെയ്തിട്ടുള്ളത്? ഐ എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? വി അല്ലെ. ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ഐ എന്ന് പറയുന്ന പോയിന്റിലാണ്, അറ്റ് എ ഡിസ്റ്റൻസ് വി. സോ ലെൻസ് ഇക്വേഷൻ എങ്ങനെയാകും? 1/f2 is equal to 1/v മൈനസ് 1/ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാ? സെക്കൻഡ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം, ബി എന്ന് പറയുന്ന ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ലെൻസിൽ ഉണ്ടായിട്ടുള്ള ഇമേജ് ആണ്. അതായത് I1 ആണ് അവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അപ്പൊ എത്രയായിരിക്കും? V1 ആയിരിക്കും, u അല്ല. 1/f2 is equal to 1/v മൈനസ് 1/v1. ഓക്കെ ആണോ? സോ ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബി എന്ന് പറയുന്ന ലെൻസിന്റെ ഒബ്ജക്റ്റ് ആരാണ്? I1 ആണ്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് V1 ആയിരിക്കും. അതുപോലെ എ എന്ന് പറയുന്ന ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത് I1 ആണ്. സോ അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? V1 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമ്മൾ ടോട്ടൽ എന്താണ് ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടത്. ആ ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസിനെ നമ്മൾ ഒരു സിംഗിൾ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദീസ് ടു കോൺവെക്സ് ലെൻസ് ആർ കമ്പൈൻഡ് ടു ഫോം എ സിംഗിൾ കോൺവെക്സ് ലെൻസ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഈ രണ്ട് ലെൻസിനും സെപ്പറേറ്റ് ഫോക്കൽ ലെങ്ത് ഉണ്ട്. എന്താണ്? f1 ഉം f2 ഉം. ഇനി ഇവര് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ എന്താണ് ആ ഒരു സിംഗിൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 1/f എന്തായിരിക്കും എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ആഡ് ചെയ്യുക, 1 + 2 ചെയ്യുക. ഓക്കെ, ഈ ഒരു രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സോ നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, ഈ ഒരു രണ്ട് ഇക്വേഷനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഇവിടെയുള്ള ഇക്വേഷൻ ഏതായിരുന്നു? ഓക്കെ, ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻസ് 1/f1 is equal to 1/v1 മൈനസ് 1/u, അതുപോലെ 1/f2 is equal to 1/v മൈനസ് 1/v1 അല്ലെ. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/v പ്ലസ് 1/v1 മൈനസ് 1/v1 ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ഗെറ്റ് വാട്ട്? 1/v minus 1/u. 1/v minus 1/u is equal to 1/f1 plus 1/f2 എന്ന് നമുക്ക് കിട്ടും ഇല്ലേ. 1/f1 plus 1/f2 is equal to 1/v minus 1/u എന്ന് കിട്ടും. എന്താണ് ഈ 1/v minus 1/u? നമ്മൾ ആദ്യം പഠിച്ചതാ. ഇത് ലെൻസ് ഇക്വേഷൻ അല്ലേ? 1/f അല്ലേ? 1/f is equal to 1/v minus 1/u. So 1/v minus 1/u ന് പകരം നമ്മൾ 1/f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So we will get 1/f is equal to 1/f1 plus 1/f2. എന്താണ് ഇക്വേഷൻ പറയുന്നത്? അതായത് നമ്മളുടെ കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അതിലുള്ള ലെൻസിന്റെ സമ്മല്ലേ റെസിപ്രോക്ക് 1/f. അതായത് ഇപ്പൊ കോമ്പിനേഷൻ, ഇപ്പൊ ഈ രണ്ട് എ എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസും ബി എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സിംഗിൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെ കാണും? ഈ രണ്ട് ലെൻസിന്റെയും എന്താണ് ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. ദെൻ വി വിൽ ഗെറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി
ദാറ്റ് എന്താണ് ലെൻസ് അല്ലെ, ഏത് ലെൻസിന്റെ വെച്ചാൽ കിട്ടും. സോ അതാണ് 1/f is equal to ഉണ്ടോ 1/f is equal to 1/f1 plus 1/f2 plus എക്സെട്ര. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് രണ്ട് കോൺവെക്സ് ലെൻസ് കമ്പൈൻ ചെയ്ത കേസാണ്. ഇനി എത്രത്തോളം കോൺവെക്സ് ലെൻസ് ഉണ്ട് അത്രയും എന്ത് ചെയ്യുക, കോൺവെക്സ് ലെൻസിന്റെ എല്ലാം ഫോക്കൽ ലെങ്ത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക, സം ചെയ്താൽ മതി, എങ്ങനെ റെസിപ്രോക്കൽ എടുത്തതിന് ശേഷം. ഓക്കെ, സോ ഇതാണ് എന്താണ് കോമ്പിനേഷൻ ഓഫ് എ ലെൻസ്. എന്താണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സിംഗിൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1/f1 plus 1/f2 plus 1/f3 plus എക്സെട്ര ചെയ്താൽ we will get the 1/f. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ പവർ എങ്ങനെ കണ്ടെത്തും? പവർ ഓഫ് ദാറ്റ് ലെൻസ് കോമ്പിനേഷൻ, ആ കമ്പൈൻ ചെയ്തിട്ടുള്ള ലെൻസിന്റെ പവർ എന്ന് പറയുന്നതും ഈ സിംഗിൾ എന്താണ് ലെൻസുകളുടെ പവറിന്റെ സമ്മായിരിക്കും. P is equal to P1 plus P2 plus P3 plus etc. where P1, P2, P3 are the power of the individual lenses. അപ്പൊ ഇൻഡിവിജ്വൽ ലെൻസസിന്റെ പവർ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ കമ്പൈൻഡ് ലെൻസിന്റെ പവർ കിട്ടും. So that is P is equal to P1 plus P2 plus P3, where P1, P2, P3 are the powers of the individual lenses. Okay, then what about magnification? ഇപ്പൊ നമ്മൾ ഫോക്കൽ കമ്പൈൻ ചെയ്ത ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താവുമെന്ന് പറഞ്ഞു, then പവർ എന്താവെന്ന് പറഞ്ഞു. നെക്സ്റ്റ് മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്താണ് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ മാഗ്നിഫൈഡ് ആയി, HI/HO അല്ലെ, അല്ലെങ്കിൽ -V/U is equal to I/O. ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ, ഇതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഒന്നിൽ കൂടുതൽ ലെൻസസുകൾ കമ്പൈൻ ചെയ്ത ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? Suppose if M1, M2, M3 are the magnification produced by each lens. Okay, അപ്പോൾ ഒരു 3 ലെൻസ് കമ്പൈൻ ചെയ്ത കേസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെന്താണ് ഫസ്റ്റ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ M1, സെക്കൻഡിന്റെ M2 ആൻഡ് തേർഡ് ലെൻസിന്റെ M3 ആണെന്നുണ്ടെങ്കിൽ then ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസസ്. അതായത് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി കമ്പൈൻഡ് ലെൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലെൻസസിന്റെ മാഗ്നിഫിക്കേഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും, നോട്ട് സം ബട്ട് പ്രോഡക്റ്റ്, M1 into M2 into M3 ഉണ്ടോ. അപ്പോൾ മാഗ്നിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ എന്താ കാണേണ്ടത്, ഇൻഡിവിജ്വൽ ലെൻസസിന്റെ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. ബട്ട് പവറിലേക്ക് വരുമ്പോൾ എന്താണ് കമ്പൈൻഡ് ലെൻസിന്റെ പവർ കാണണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ലെൻസിന്റെ പവറിന്റെ സമ്മാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത്, സോ ഈ 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഏത് പഠിച്ചു, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കാണാൻ 1/f is equal to 1/f1 plus 1/f2 plus 1/f3 plus എക്സെട്ര അങ്ങനെ പോകും അല്ലെ. ഇനി പവർ ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ P is equal to P1 plus P2 plus P3 plus എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകും. ദെൻ ഇനി മാഗ്നിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കും, M1 into M2 into M3 into etc. Okay, so these are the equations correspond to the combined lens, or its focal length, power and magnification. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്താണ് ലെൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ലെൻസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വി ഹാവ് 2 type of lenses, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ദെൻ റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സർഫസ് ബൈ ലെൻസ് നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്തു, ലെൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ് പഠിച്ചു, ദെൻ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് നമ്മൾ പഠിച്ചു, ദെൻ സൈൻ കൺവെൻഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈൽ വി ആർ ഡൂയിങ് പ്രോബ്ലംസ് വി ഹാവ് ടു അപ്ലൈ ദ സൈൻ കൺവെൻഷൻ. സോ ഇപ്പൊ എന്താണ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വൈൽ അറ്റ് ദ സെയിം ടൈം ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ എന്താണ് നമ്മൾ യുവും വി ഒക്കെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്തിട്ട് വേണം പ്രോബ്ലത്തിലോട്ട് കൊടുക്കാൻ. വൈൽ വി ആർ ഡൂയിങ് ദ മാഗ്നിഫിക്കേഷൻ പ്രോബ്ലംസ്. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് lenses. Now we are moving on to microscope. What you mean by microscope? Microscope എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താണ് നമ്മളുടെ നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയും ചെറിയ ഒരു ഒബ്ജക്റ്റിനെ എന്താണ് വലുതാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് നോർമലി വി ആർ യൂസിങ് മൈക്രോസ്കോപ്പ്, റൈറ്റ്? നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നതിനാണ് ഒരു ചെറിയ ഒബ്ജക്റ്റിന് എന്താണ് എത്രത്തോളം നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും, മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ. അതാണ് മൈക്രോസ്കോപ്പിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. സോ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ കൺവേർജിങ് കോൺവെക്സ് ലെൻസ്. നോക്കിയേ, ഇവിടെ നമുക്ക് എന്താണ് ഒരു കോൺവെക്സ് ലെൻസ് അല്ലേ,
ഇതുപോലെയുള്ള ഒരു കൺവേർജിങ് കോൺവെക്സ് ലെൻസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ കൺവേർജിങ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്. ഒരു ചെറിയ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ്, അതാണ് എന്തെന്ന് പറയുന്ന ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഒരു മൈക്രോസ്കോപ്പിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ചെറിയൊരു ഒബ്ജക്റ്റിനെ വലുതായിട്ട് മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് അല്ല. അപ്പൊ എത്രത്തോളം മാഗ്നിഫൈഡ്, ആ മാഗ്നിഫിക്കേഷന്റെ എന്താണ് അളവ് അല്ലെ, മെഷർമെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഹൗ മച്ച് ഇറ്റ് ഈസ് മാഗ്നിഫൈഡ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുന്നു. ദെൻ എന്താണ് നമ്മൾ ഒബ്ജക്ട്, ഇതാണ് നമ്മുടെ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്നും യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഒപ്റ്റിക് സെന്ററിൽ നിന്നും യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ കണ്ടോ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നോക്കിയാൽ ഒബ്ജക്ട് ഹൈറ്റ് വളരെ ചെറുതാണ് അല്ലെ, ഇത്ര ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ ആ ഒബ്ജക്റ്റിൽ നിന്നും എന്താണ് ഇൻസിഡന്റ് റേ എങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഒന്ന് പ്രിൻസിപ്പൽ ആക്സ്, ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് വിചാരിക്കുക. ഹിയർ ഈസ് അവർ ലെൻസ്. സെക്കൻഡ്, എന്താണ് നമ്മള് ഇവിടെ നമ്മളെ ലെൻസിനെ പ്ലേസ് ചെയ്തു. ദെൻ എന്താണ് ഒപ്റ്റിക് സെന്ററിലൂടെ പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ വരച്ചു. ദെൻ ഒബ്ജക്ട് യു എന്ന് പറയുന്നത് നമ്മൾ എവിടെയാ വെക്കുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് എന്താണ് ഫോക്കൽ ലെങ്ത്തിന്റെ എവേ ഓർ ലെസ്. ഓക്കെ, ഫോക്കൽ ലെങ്ത്തിന് ദൂരെയായിട്ടോ അല്ലെങ്കിൽ അടുത്തായിട്ടോ നമ്മൾ വെക്കുന്നു. സപ്പോസ് നമ്മൾ ഒബ്ജക്ട് ഇവിടെയാണ് വെച്ചെന്ന് വിചാരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ദെൻ ഇവിടെ നിന്ന് ഒന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു റേ പോകുന്നുണ്ട് അല്ലെ, അത് ഏതിലൂടെ ആയിരിക്കും, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു റേ പോയി കഴിഞ്ഞാൽ അത് എന്താണ് അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു, ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ദെൻ ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു റേ വരുന്നുണ്ട്, ഒപ്റ്റിക് സെന്ററിലൂടെ വരുന്ന റേ ഏതിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകും, ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ അത് എന്ത് ചെയ്യും, അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അത് പോകും. സോ ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ രണ്ട് റേയും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല ഇല്ലല്ലോ. അത് എവിടെയാ കൂട്ടിമുട്ടുന്നത്, നമ്മൾ പിന്നെ പുറകിലോട്ട് വരച്ച് നോക്കുമ്പോൾ we can see that they will intersect at a point and image is formed there. ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നത്, ആ ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത് അല്ലെ. കാരണം എന്താ, ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഒരു ഐന്റെ ചിത്രം കണ്ടോ, അതായത് ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഐ നമ്മൾ ഇവിടെ നിന്നായിരിക്കും മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. സോ നമുക്ക് എങ്ങനെയുള്ള ഇമേജാ കാണാൻ പറ്റുക, ഇറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെയായിരുന്നു, നമുക്ക് കിട്ടിയ ഇമേജ് അതേ സൈഡിൽ കണ്ടോ മാഗ്നിഫൈഡ് ആയിട്ടാണ്. ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, പക്ഷെ കിട്ടിയ ഇമേജിന്റെ സൈസ് നോക്കിയേ ഉണ്ടോ, ഇത്രയും സൈസുള്ള ഇമേജ് ആണ് കിട്ടിയിട്ടുള്ളത്. വിച്ച് മീൻസ് ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നിഫൈഡ് ആയിട്ടുണ്ട്, നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇറക്റ്റ് ആണ്, തലകുത്തനെയാണോ, അല്ല, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇറ്റ് ഈസ് വിർച്വൽ ഇമേജ്, അതെന്തായിരിക്കും, വിർച്വൽ ഇമേജ് ആയിരിക്കും. ഇനി നമുക്കത് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ഇമേജിനെ കാണാൻ പറ്റുന്ന മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്, ഡി. ഓക്കെ, ഡി ആണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ ഐന്റെ എത്രയാ, 25 സെന്റിമീറ്റർ ആണ്. ഹ്യൂമൻ ഐന്റെ വെരി ഇമ്പോർട്ടന്റ് വാല്യൂ, ഹ്യൂമൻ ഐന്റെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. മിനിമം ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഐയിൽ നിന്നും എത്ര ദൂരെ ആയിരിക്കണം, 25 സെന്റിമീറ്റർ ഫാർ അപ്പാർട്ട് ആയിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ സീ ദാറ്റ് ഒബ്ജക്ട് ഡിസ്റ്റിങ്ക്റ്റ്ലി അല്ലെ. നമുക്ക് അതിനെ വേർതിരിച്ച് എന്താണ് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് 25 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം. സോ അതാണ് മൈക്രോസ്കോപ്പിലും. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന ഇമേജ് ഏത് ഡിസ്റ്റൻസിലായിരിക്കും, ഡി ഡിസ്റ്റൻസിലായിരിക്കും. ഡി എന്ന് പറയുന്നത് എന്താണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഫോർ ഹ്യൂമൻ ഐ ഇറ്റ് ഈസ് 25 സെന്റിമീറ്റർ, മിനിമം 25 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിൽ കൂടുതലാവും. നമ്മളുടെ ഐയും ആ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, മിനിമം. ദാറ്റ് മീൻസ് ഒപ്റ്റിക്സ് ആ ലെൻസും എന്താണ് നമ്മളെ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, മിനിമം 25 സെന്റിമീറ്ററിലായിരിക്കണം. Okay, so this is a simple microscope. Simple microscope എന്ന് പറയുന്നത് ഒന്നുമല്ല, it is nothing but a simple converging convex lens. എന്താണ് ഒരു സിമ്പിൾ കൺവേർജിങ് കോൺവെക്സ് ലെൻസിനെയാണ് നമ്മൾ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഒബ്ജക്ട് വെച്ചിട്ടുള്ളത് ഇവിടെയാണ്, യു എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. അപ്പൊ നമുക്ക് ഇമേജ് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ കിട്ടി. ഇനി സപ്പോസ് നമ്മൾ ഒബ്ജക്ട് വെച്ചിട്ടുള്ളത് ഈ ലെൻസിന്റെ ഫോക്കസിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും കിട്ടുക, ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുക.
അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഒബ്ജക്റ്റ് എഫിലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. നൗ വി ആർ മൂവിങ് ഓൺ ടു മാഗ്നിഫിക്കേഷൻ. എത്രത്തോളം മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കറിയാം when the image is പ്ലേസ്ഡ് അറ്റ് നിയർ പോയിന്റ്, അതായത് ഇമേജ് എന്താണ് അടുത്തുള്ള, അതായത് നമുക്ക് ഇൻഫിനിറ്റിയിലൊന്നല്ലാതെ നമുക്ക് അടുത്തുള്ള ഒരു പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1/v മൈനസ് 1/u = 1/f ലാൻസ് ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യാം. കാരണം v എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും, ഇൻഫിനിറ്റി അല്ല അല്ലെ, നിയർ പോയിന്റിലുള്ള ഒരു ഡിസ്റ്റൻസിലായിരിക്കും അത്. സോ 1/v മൈനസ് 1/u = 1/f. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? v വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/v × v എന്ന് പറയുന്നത് 1 ആകും, മൈനസ് v/u = v/f അല്ലെ, ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സോ ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുക? v/u അവിടെ വെക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് v/f, 1 മൈനസ് v/f എന്ന് കിട്ടും. v/u = 1 മൈനസ് v/f ആണ്. സോ m എന്ന് പറയുന്നത് നമുക്കറിയാം, m എന്ന് പറയുന്നത് എന്താണ്? v/u ആണ് അല്ലെ. സോ ഈ v/u പോലെ നമുക്ക് m എന്ന് കൊടുക്കുന്നു. സോ m = 1 മൈനസ് v/f, 1 മൈനസ് v/f എന്ന് കിട്ടും. ദെൻ ഇഫ് ഇമേജ് ഈസ് ഫോർമുല d എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കും. ഇമേജ് d എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇമേജ് d എന്ന് പറയുന്നത്? അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷൻ കറക്റ്റ് 25 സെന്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ഡിസ്റ്റൻസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? d എന്ന് കൊടുക്കാം. പക്ഷേ d എന്ന് പറയുന്നത് നോക്കിയേ, ഇമേജിന്റെ ലെൻസിന്റെ അതേ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനൊക്കെ പോസിറ്റീവും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനൊക്കെ എന്താണ് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും? m = 1 മൈനസ് d എന്ന് പറയുന്നത് എന്താണ്? മൈനസ് d/f, 1 മൈനസ് d/f ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു m = 1 പ്ലസ് d/f, m = 1 പ്ലസ് d/f. This is the equation correspond to the magnification of a simple മൈക്രോസ്കോപ്പ്. എന്താണ്? m = 1 പ്ലസ് d/f. ഇതിൽ ഓരോ ടേം എന്താണ്? m എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ, ദെൻ d എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ആൻഡ് f is the focal length of that particular convex lens. So magnification of a simple microscope m = 1 plus d/f. ഈ ഇക്വേഷൻ ഓർത്തു വെക്കണം. ഇതിലാണ് ഇത് മൈക്രോസ്കോപ്പിന്റെ കേസിലാണ്, മാറിപ്പോരുത്. ലെൻസ് എല്ലാം മൈക്രോസ്കോപ്പിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 plus d/f ആണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇപ്പൊ നമ്മൾ പറയുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. ഇനി എന്തുണ്ട്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? അതൊരു സിമ്പിൾ കൺവേർജിങ് കോൺവെക്സ് ലെൻസ് ആണ്. ഒരൊറ്റ കോൺവെക്സ് ലെൻസ് മാത്രമുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ട് വരുന്ന സമയത്ത് വി ഹാവ് 2 ലെൻസസ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്തുണ്ട്? 2 ലെൻസസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസും അടുത്തതാണ് ഐ പീസ്. അതിൽ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഒബ്ജക്റ്റിന് അടുത്തുള്ള, അതായത് ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്, ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള സെക്കൻഡ് ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് ഇതാ AB എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന് അടുത്തുള്ള ലെൻസ് ആണ്, ഈ ചെറിയ ലെൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Okay, it is so a common microscope consists of 2 lenses called objective and eyepiece. Objective എന്ന് പറയുന്നത് is near to the object. Okay, ഒബ്ജക്റ്റിന് അടുത്ത് വെക്കുന്ന ലെൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഐപീസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന നമ്മളുടെ കണ്ണിനടുത്തുള്ള ലെൻസ് ആയിരിക്കും ഏത്? ഐപീസ് എന്ന് പറയുന്നത്. Okay, and it has a larger aperture. Aperture എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that refracting surface or reflecting surface നെ നമ്മൾ aperture എന്ന് പറയുന്നത്, അതായത് ഈ ഭാഗം അല്ലെ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് സ്മോൾ അപ്പർച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഐപീസിനാണെങ്കിലോ ലാർജ് അപ്പർച്ചർ ഉണ്ടായിരിക്കും ആൻഡ് ലാർജ് ഫോക്കൽ ലെങ്ത്തും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ട് വരുമ്പോൾ അവിടെ 2 ലെൻസസ് ഉണ്ട്, ഒബ്ജക്റ്റീവും ഐപീസും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് അടുത്ത് വെക്കുന്ന ലെൻസ് ആണ്. അതിന്റെ അപ്പർച്ചർ വളരെ ചെറുതായിരിക്കും, അതുപോലെ തന്നെ വളരെ ചെറിയ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. സ്മോൾ അപ്പർച്ചർ ഒബ്ജക്റ്റീവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവിന്റെ പ്രത്യേകതകൾ സ്മോൾ അപ്പർച്ചറും അതുപോലെ തന്നെ എന്തായിരിക്കും? സ്മോൾ ഫോക്കൽ ലെങ്ത്തും ആയിരിക്കും, സ്മോൾ എഫ് ആയിരിക്കും. ഇനി ഐപീസിലോട്ട് വരുമ്പോൾ ഐപീസ് എന്ന് പറഞ്ഞാൽ ലാർജ് അപ്പർച്ചർ ഉള്ളതായിരിക്കും, ലാർജ് അപ്പർച്ചർ ഉള്ള ലെൻസ് ആണ്, അതുപോലെ തന്നെ ലാർജ് ഫോക്കൽ ലെങ്ത്തും ആയിരിക്കും.
അതുപോലെ തന്നെ ഇത് എവിടെയാ, ഇറ്റ് ഈസ് നിയർ ടു ദ ഐ. ഐ പീസ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ, ഇറ്റ് ഈസ് നിയർ ടു ദ ഐ. ഇതാണ് കോമൺ മൈക്രോസ്കോപ്പിലുള്ള 2 ടൈപ്പ് ലെൻസുകൾ. ഓക്കെ ആണോ? ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൗ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വർക്ക്. എന്താണ് കോമൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്? സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്മോൾ, അതായത് നമ്മളെ ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എന്താണ് അടുത്താണ് വെക്കുന്നത് അല്ലെ, കോൺവെക്സ് ലെൻസിന്റെ അടുത്താണ് വെക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, അതിലെവിടെയാ വെക്കുന്നത്, ഡിസ്റ്റൻസ് എഫിന്റെയും 2Fന്റെയും നടുക്ക്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് എഫിന്റെയും 2Fന്റെയും നടുക്കായിട്ടുള്ള അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് വെക്കുന്നു, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ ഈ ലെൻസ് കൊണ്ട്, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ് AB എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ദെൻ അതിന്റെ ലൈറ്റ് റേസ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇമേജ്, ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. ആ ലെൻസിന്റെ തൊട്ട് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് AB എന്ന് പറയുന്ന ഇമേജ്, A ഡാഷ് B ഡാഷ് എന്ന് പറയുന്ന ഇമേജ്. അതെങ്ങനെയാ, അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലെ, ഒരു റിയൽ ആയിട്ടുള്ള ഇൻവേർട്ട് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആണ് അല്ലെ, മാഗ്നിഫൈഡ് അല്ലെ, ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണ് കിട്ടുന്നത് അല്ലെ. ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്, നമ്മൾ ഒബ്ജക്റ്റ് വെച്ച സൈഡിലല്ല, നേരെ അടുത്ത സൈഡിൽ, ആ ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. ഇനി ഈ ഒബ്ജക്റ്റ് ആണ്, ഈ ഇമേജ് ആണ് എന്ത്, ഈ ഐ പീസിന്റെ വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇമേജ് ലൈസ് വിത്തിൻ ദ ഓക്കെ. സോ എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് വെക്കുന്നു. ദെൻ വി വിൽ ഗെറ്റ് ഇമേജ് ആൻഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെ. ദെൻ ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ആണ് നമ്മളുടെ ഐ പീസിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലും അതുപോലെ തന്നെ എന്താണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിലൊക്കെ പറഞ്ഞ സെയിം കേസ് തന്നെ അല്ലെ. എന്താണ് ഐ പീസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഉണ്ടായിട്ടുള്ള ആ ഇമേജ് ആണ് ഈ ഐ പീസിന് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ A ഡാഷ് B ഡാഷ് ആണ് ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ വിർച്വൽ ഒബ്ജക്റ്റ് ടു ഐ പീസ്. ദെൻ വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇമേജ് എവിടെ കിട്ടും നമുക്ക്, കണ്ടോ ഇവിടെ A ഡാഷ് B ഡാഷ് എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് A ഡാഷ് B ഡാഷ് ആണ്. എങ്ങനെയുള്ള ഇമേജ് ആണത്, വിർച്വൽ ആണ്, ഹൈലി മാഗ്നിഫൈഡ് ആണ് അല്ലെ. വിർച്വൽ ആയിട്ടുള്ള ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി മാഗ്നിഫൈഡ്, നമ്മുടെ ഒബ്ജക്റ്റ് എത്രയേ ഉള്ളൂ, ഇത്രയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയൊരു, അതായത് ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കി മാറ്റിയെടുത്തു. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആകുമ്പോൾ നമ്മുടെ മാഗ്നിഫിക്കേഷൻ എത്രയായിരുന്നു, അത്ര തന്നെ ഒന്നുമില്ലായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് 1+T/f അത്ര മാഗ്നിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ 2 ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഒബ്ജക്റ്റീവും ഐ പീസും ഈ രണ്ട് ലെൻസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. Then we will get the final image as a highly magnified and virtual. Then എന്താണ് മാഗ്നിഫിക്കേഷൻ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് നമ്മൾ പറഞ്ഞു എത്രയാണ്, ഇറ്റ് ഈസ് 1 + d/f ആണ്. ഇറ്റ് ഈസ് 1 + d/f ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ d എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഹൗ മച്ച്, ഇറ്റ് ഈസ് 25 cm. ആൻഡ് ഇഫ് സപ്പോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒബ്ജക്റ്റ് വെക്കുന്നത് ഫോക്കൽ ലെങ്ത്തിലാണെങ്കിൽ, ഫോക്കസിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും, ഇൻഫിനിറ്റിയിലായിരിക്കും. ആ കേസിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും d/f ആയിരിക്കും, 1+ ഉണ്ടായിരിക്കില്ല. ദെൻ ഇനി ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ട് വരുമ്പോൾ മാഗ്നിഫൈങ് പവർ എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു 2 ലെൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതിന്റെ സം ആയിരിക്കും. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ MO ഇൻറ്റു ME ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഐ പീസിന്റെ ഭാഗം മാത്രം നോക്കിയേ. ഇതെന്താണ്, ഇത് ആക്ച്വലി ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെയല്ലേ, അല്ലെ? അതായത് നമ്മൾ ഒബ്ജക്റ്റ് ഈ സൈഡിൽ വെക്കുന്നു, അതേ സൈഡിൽ തന്നെയാണ് ഇമേജ് കിട്ടുന്നത്, അല്ലെ? അതിന്റെ ബാക്കിൽ, അല്ലെ? സോ അതിന്റെ ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, 1 + d/fe ആയിരിക്കും. FE എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ്. അപ്പൊ ഐ പീസ് എന്ന് പറയുന്ന ലെൻസ് കൊണ്ടുണ്ടാവുന്ന മാഗ്നിഫിക്കേഷൻ ME എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 + d/fe. ഓക്കെ, ഇനി MOൻ്റെത് L/FO ആണ്. വേർ L എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ രണ്ട് ലെൻസിന്റെയും ഫോക്കൽ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ട് ലെൻസിന്റെയും ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L എന്ന് പറയുന്നത്. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് L/FO ഇൻറ്റു d/fe, where L is the distance between the focal points and D is the least distance of distinct vision, and FO is the focal length of objective lens, and FE is the focal length of eyepiece. നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FO, FE, ഡിന്റെ വാല്യൂ ഒന്നും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരില്ല, കാരണം അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. എത്രയാണ്, 25 cm ആണ്, അല്ലെ? ബാക്കിയുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ magnification of a compound microscope. So compound microscope in a magnification M is equal to L/FO into d/fe. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആകുമ്പോൾ 2 ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവും ഐ പീസും. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ചെറിയ ലെൻസ് ആണ്, ചെറിയ ഫോക്കൽ ലെങ്ത് ആണ്, ചെറിയ അപ്പർച്ചർ ആണ്. ദെൻ അത് എവിടെയായിരിക്കും, ഒബ്ജക്റ്റിന്റെ അടുത്തായിരിക്കും. ഐ പീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിയർ ടു ദ ഐ ആൻഡ് ഇറ്റ് ഹാസ് എ ലാർജർ അപ്പർച്ചർ ആൻഡ് ലാർജർ ഫോക്കൽ ലെങ്ത്. Then magnification. So this is all about microscope. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്കറിയാം എന്താണ്, ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്തത്. എത്രത്തോളം മാഗ്നിഫൈ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു ഫോർ ദ 2 cases which are the simple microscope and a compound microscope. Okay, now we are moving to a problem. So here we can see a beam of light converge at a point P. അപ്പൊ എന്താണ്, P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു, ഒരു ബീം ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. നൗ എ ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദാറ്റ് കൺവേർജന്റ് ബീം 12 cm ഫ്രം P. അവിടെ നമ്മൾ എന്ത് വെച്ചു, ഒരു ലെൻസ് കൊണ്ടുവച്ചാൽ at what point does the beam converge if the lens is a convex lens of focal length 20 cm and concave lens of focal length is 16 cm. രണ്ട് കേസിലും നമുക്ക് സെപ്പറേറ്റ് കാണണം. എന്താണ്, നമ്മളുടെ ലെൻസ് എന്താണ് P എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ബീംസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ 12 cm P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 12 cm ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ലെൻസ് വെച്ചു, കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് 20 cm ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ 16 cm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഓക്കെ, സോ ഹിയർ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, പോയിന്റ് P ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് ഇറ്റ് ആക്ട് ആസ് എ വെർട്ടിക്കൽ ഒബ്ജക്ട്. അതാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട്. ഇതല്ലേ നമ്മളുടെ കേസ് കണ്ടോ, P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 12 cm. അത് നമ്മൾ നോക്കുന്നത് കോൺവെക്സ് ലെൻസിന്റെ കേസാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിലാണ് കൺവേർജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, അല്ലെ? P എന്ന് പറയുന്ന പോയിന്റാണ് കൺവേർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് P എന്ന് പറയുന്ന പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സോ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്, എന്താണ് ഒബ്ജക്റ്റിൽ നിന്നും ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ് യു എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. നോക്കി, ഇത് റൈറ്റ് സൈഡിലായതുകൊണ്ട് -12 എഴുതണ്ട, വി വിൽ ടേക്ക് ഇറ്റ് ആസ് +12. ഓക്കെ, ആ കാര്യം മനസ്സിലാണ്. +12 ആണ് നമ്മുടെ ഇവിടുത്തെ, കാരണം എന്താ, ഒപ്റ്റിക് സെന്ററിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ഉള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? 12 സെന്റിമീറ്റർ. അപ്പൊ യുവിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഒബ്ജക്റ്റിന്റെ, ഇനി എവിടെ ഇമേജ് ഫോം ചെയ്യുന്നതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. എന്താണ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിൽ നിന്ന് വി കാണണം. നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദ ലെൻസ് ഫോർമുല, ദാറ്റ് ഈസ് 1/v - 1/u = 1/f അല്ലെ? സോ 1/v - u എത്രയാ? 1/12 = 1/20. സോ 1/v എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/v = 1/20 plus 1/12. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. Then we will get the answer. എന്താണ്? 8/60, that is equal to 7.5 centimeter. 7.5 centimeter. So which means that ഇവിടെ v എന്ന് പറയുന്നത് 7.5 centimeter എന്നാണ്, അതായത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ എന്താണ് ഇവിടെ എവിടെയായിരിക്കും ഈ ബീം കൺവേർട്ട് ചെയ്യുന്നത്? ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ്. അത് ഇങ്ങോട്ടായിരിക്കില്ല, അതുകൊണ്ടല്ലേ വി പോസിറ്റീവ് എന്നത്, അല്ലെങ്കിൽ എന്താണ് വി ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ വരിക. സോ വി ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ലെൻസ്. സോ അതൊക്കെ അല്ലേ, ഒരു കോൺവെക്സ് ലെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ബീംസ് എവിടെയായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 7.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദി ലെൻസ്. ഇനി ഇതേ കേസ് തന്നെ, ഇതേ ബീം തന്നെ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 12 സെന്റിമീറ്റർ നമ്മൾ ഒരു കോൺകേവ് ലെൻസ് ആണ് വെച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെ? അതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് വി പ്ലേസ് എ കോൺകേവ് ലെൻസ്, അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് നമ്മൾ പ്ലേസ് ചെയ്തെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഇത് വരുന്നത്? അപ്പൊ അവിടെ നമ്മൾ എന്തെടുക്കണം നോക്കി, ഇതാണ് ഒരു കോൺകേവ് ലെൻസ് അല്ലെ? ഇതാണ് നമ്മൾക്ക് ഒരു കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇതാണ് സപ്പോസ് പി എന്ന് പറയുന്ന പോയിന്റ് ഒപ്റ്റിക് സെന്ററിൽ നിന്നും 12 സെന്റിമീറ്റർ എന്താണ് അകലത്തിലാണ് നമ്മൾ ഒബ്ജക്ട് വെക്കുന്നത്. സോ യു ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇവിടെ ഫോക്കൽ ലെങ്ത് എത്ര ചെയ്തിട്ടുള്ളത്? 16 ആണ്. ബട്ട് വി നോ ദാറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. സോ -16 സെന്റിമീറ്റർ. അത് മറക്കരുത്. എന്താണ് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ -16 ആയിരിക്കും. Then we will apply the lens equation. 1/v - 1/u = 1/f. അല്ലെ? എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് 1/v - 1/u എന്ന് പറയുമ്പോൾ 1/u എന്ന് പറയുന്നത് 1/12 = -1/16. Then അതിൽ നിന്നും 1/v കാണാം. ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ and we will get it as 48 centimeter. v is equal to 48 സെന്റിമീറ്റർ. ദസ് ദ ബീം. അപ്പൊ അവിടെയും എന്താണ് വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് ലെൻസിന്റെ അതേ റൈറ്റ് സൈഡിൽ 48 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ഫോം ചെയ്യുക? ഒരു കോൺകേവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ ആണോ? സോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഏത് പോസിറ്റീവ് എടുക്കണം, ഏത് നെഗറ്റീവ് എടുക്കണം, അത് അറിയണമെങ്കിൽ നമ്മൾ ആ കേസ് വരച്ച് തന്നെ നോക്കണം അല്ലെ? ഇപ്പൊ ഇവിടെ ഇതുപോലെ കണ്ടോ, ഇവിടെ യു എന്ന് പറയുന്നത് +12 ആണ് ആയത്. കാരണം എന്താ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതേ സൈഡിലാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്താണ് ലെൻസ് എവിടെയാണ് വെക്കുന്നത്, ദെൻ ഏത് ലെൻസ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? വി ക്യാൻ സിംപ്ലി ഗെറ്റ് ദ ആൻസർ. Okay, then next question നോക്കിയേ. An object of size 3.0 അല്ലെ? ഒബ്ജക്റ്റിന്റെ സൈസ് എന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് 14 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് ലെൻസ്. ഓക്കെ, കോൺകേവ് ലെൻസിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? 14 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് ഫോക്കൽ ലെങ്ത് 21 സെന്റിമീറ്റർ ആണ്. ഡിസ്ക്രൈബ് ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലെൻസ്. ആ ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ഇമേജ് എങ്ങനെയായിരിക്കും, അതിന്റെ നേച്ചർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെ കാണും നോക്കിയേ, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. സൈസ്, ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാ? 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ ഫോക്കൽ ലെങ്ത് 21 സെന്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. സോ -21 സെന്റിമീറ്റർ. ഓക്കെ ആണോ? അല്ലെ?
ദെൻ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം എ കോൺകേവ് ലെൻസ് തന്നിട്ടുണ്ട്. കോൺകേവ് ലെൻസിൽ നിന്നും എത്ര ദൂരെയാണ് തന്നിട്ടുള്ളത്? -14 ആണ്. പക്ഷേ ഇങ്ങോട്ടാണ്, ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇങ്ങോട്ടാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. സോ യു ഇസ് ഈക്വൽ ടു -14 സെന്റിമീറ്റർ. ഓക്കെ, യു എങ്ങനെയാണ് -14 ആയെന്ന് മനസ്സിലായല്ലോ. കാരണം ഒപ്റ്റിക് സെന്ററിൽ നിന്നും എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷനിലല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്ന ഒബ്ജക്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. സോ -14 സെന്റിമീറ്റർ. അതുപോലെ ഫോക്കൽ ലെങ്ത് ഉണ്ടോ ഇവിടെ, അതും -21 സെന്റിമീറ്റർ. ദെൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. 1/v - 1/u is equal to 1/f. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിന്റെ വാല്യൂ കിട്ടും. വി എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? -8.4 സെന്റിമീറ്റർ. എത്രയാണ് വി എന്ന് പറയുന്നത്? -8.4 സെന്റിമീറ്റർ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇമേജിന്റെ എന്താണ്, ഇമേജ് എങ്ങനെയായിരിക്കും, ഇമേജിന്റെ നേച്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്തുകൂടെ കാണണം? മാഗ്നിഫിക്കേഷൻ കൂടെ കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു -8.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇമേജ് ഇത്ര ഡിസ്റ്റൻസിലാണ് എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇമേജ് ഇത്ര ഡിസ്റ്റൻസിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. മൈനസ് ഉണ്ടായതുകൊണ്ട് എന്താണ്? ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലായിരിക്കും. അപ്പൊ നേച്ചർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -v/u is equal to I/o ആണ് അല്ലെ. -v/u is equal to I/o ആണ്. മാഗ്നിഫിക്കേഷൻ m is equal to -v/u is equal to I/o ആണ്. സോ ഇമേജിന്റെ സൈസ് നമുക്ക് കാണണം അല്ലെ. എന്താണ്? വിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. യുവിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ ഓയും തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ഒബ്ജക്ട് എത്രയാന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇമേജിന്റെ സൈസ് I is equal to 1.8 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. എന്താണ്? ദാറ്റ് ഈസ് ഇമേജ് എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. I പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ which means what? It is a virtual and erect image at a distance of 8.4 centimeter from the lens of the same side of object. ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ at a height 1.8 centimeter. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിന്റെ നേച്ചർ പറയാം. അതിനുവേണ്ടി നമ്മൾ മാഗ്നിഫിക്കേഷൻ കാണണം. ദെൻ അതിലും I കിട്ടുന്നതിന്റെ I പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. കിട്ടുന്ന ഇമേജ് പോസിറ്റീവ് ആണ്. I പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഇമേജ് ഈസ് വിർച്വൽ, ഇറക്റ്റ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 8.4. വി എത്ര കിട്ടിയത് നമുക്ക്? വി കിട്ടിയത് നമുക്ക് -8.4 ആണ്. വിച്ച് മീൻസ് സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ, ലെൻസിൽ ഒബ്ജക്ട് എവിടെയാണ് വെച്ചാൽ അതേ ലെൻസിന്റെ ഏത് സൈഡിലാണ് ഒബ്ജക്ട് വെച്ചാൽ അതേ സൈഡിൽ തന്നെയായിരിക്കും ഇമേജും കിട്ടുന്നത്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് 1.8 സെന്റിമീറ്റർ. Okay, then നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? What is the focal length of a convex lens of focal length 30 centimeter in contact with a concave lens of focal length 20 centimeter? Is the system a converging or diverging lens? Ignore the thickness of the lens. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇന്ന് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് ആണ് അല്ലെ. അതായത് കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ഏതൊക്കെ ലെൻസുകളാണ്? ഒരു കോൺവെക്സ് ലെൻസ്, അതായത് എന്താണ്? ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും കമ്പൈൻ ചെയ്യാണ്. അതിൽ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ ആണ്. ദെൻ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ലെൻസ്, ആ ലെൻസ് കൺവേർജിങ് നേച്ചർ ആയിരിക്കോ ഡൈവേർജിങ് നേച്ചർ ആയിരിക്കോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് നമ്മൾ കാണാം. വി നോ ദാറ്റ് ലെൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ കമ്പൈൻ ചെയ്ത് രണ്ട് ലെൻസും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 1/f എന്ന് പറയുന്നത് എന്താണ്? 1/f1 പ്ലസ് 1/f2 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കോൺവെക്സും കോൺകേവ് ആണെന്നുള്ളത്. കോൺവെക്സിന്റെ 30 സെന്റിമീറ്റർ, കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആൾവേസ് നെഗറ്റീവ്. സോ നമ്മൾ എന്താ എടുക്കേണ്ടത്? -20 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ ഇനി ടോട്ടൽ ഫോക്കൽ ലെങ്ത് കാണുമ്പോൾ അപ്പൊ എന്താകും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/30 മൈനസ് 1/20 അല്ലെ. 1/30 മൈനസ് 1/20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f ഇസ് ഈക്വൽ ടു 1/60 എന്ന് കിട്ടും. വേർ f ഇസ് ഈക്വൽ ടു എന്താണ്? സോറി, മൈനസ് 1/60 എന്ന് പറഞ്ഞു. സോ എഫ് ഇസ് ഈക്വൽ ടു -60. എഫ് എന്ന് പറയുന്നത് മൈനസ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ആ കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അത് ഏത് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക? ഒരു കോൺകേവ് ലെൻസ് ആയിട്ടുള്ള ആക്ട് ചെയ്യുക. കാരണം കോൺകേവ് ലെൻസിന്റെ
ഫോക്കൽ ലെങ്ത് ആണ് എന്ത് നെഗറ്റീവ് ആയിട്ടുള്ളത്. കോൺവെക്സ് ആണെങ്കിൽ എന്തായിരിക്കും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -60 ആണ്, വിച്ച് മീൻസ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, വിച്ച് മീൻസ് വാട്ട് ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ്. നമുക്ക് കിട്ടിയ കോമ്പിനേഷൻ ഓഫ് ലെൻസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഒരു കോൺകേവ് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് എന്ത് നേച്ചർ ആയിരിക്കും, ഡൈവേർജിങ് നേച്ചർ ആയിരിക്കും അല്ലെ, കോൺകേവിലെ ഡൈവേർജ് ചെയ്യുക. സോ that lens has a converging nature and it is a concave lens. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് കോമ്പിനേഷൻസ് തന്നു അല്ലെ, രണ്ട് ലെൻസ് കമ്പൈൻ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ആ കമ്പൈൻ ചെയ്തതിന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് കാണാനും അതുപോലെ തന്നെ ഏത് നേച്ചറാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ എന്ത് കൊടുക്കണം, കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കണം. ഈ കാര്യം ഓർമ്മണം. കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ദെൻ നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടുന്ന നേച്ചർ നോക്കുക. മൈനസ് ഉണ്ടെങ്കിൽ കോൺകേവ് ആയിരിക്കും, ഡൈവേർജിങ് നേച്ചർ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, കോൺവെക്സ് ആയിരിക്കും, കൺവേർജിങ് നേച്ചർ ആയിരിക്കും. ഓക്കെ, so this is all about for today. So today we discussed about the combination of lenses and how will be the focal length of that combined lens and magnification of that lens and power of that lens. Then we discussed about the simple microscope and magnification of a simple microscope. M is equal to 1 plus p by fe, where d is the least distance of distinctive vision, which is equal to 25 centimeter for normal human eye. Right. Then we discussed about the compound microscope. There are two type of lenses in compound microscope, objective and eyepiece. Then the total magnification in a compound microscope is the product of these two lenses, that is MO into ME, and that value is L divided by FO into D divided by FE, right, where L is the distance between the focal points of the two lenses. Okay, then we discussed 3 problems. Okay, so that's all about for today. Thank you.